ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് കുട്ടികളുടെ ലഞ്ചൊന്ന് ഫസ്റ്റ് നോക്കാം. കുട്ടികൾക്ക് ഇന്ന് ചോറാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. അപ്പോൾ രണ്ടാൾക്കും ചൂട് ചോറിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ കൊടുത്തു വിടുന്നത് ബീട്രൂട്ട് തോരനാണ് കേട്ടോ. അപ്പോൾ രണ്ടാളും അടുത്ത് വന്ന് നിൽപ്പുണ്ട്. ചോറ് എത്ര ഇടുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് രണ്ടാളും വന്ന് നിൽപ്പുണ്ട് അടുത്ത്. പിന്നെ അതിൻ്റെ കൂടെ ബീട്രൂട്ട് തോരൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിയായിട്ട് ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ചിക്കൻ കറി ചൂടാക്കിയിട്ട് അതും കൂടി ആയിട്ടാണ് കേട്ടോ ഇന്ന് രണ്ടാൾക്കും കൊടുത്തു വിടുന്നത്. പിന്നെ യോഗട്ടും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ലഞ്ചിന് അവർക്ക് കൊടുത്തു വിടുന്നത്. ഇത് ചോറും ബീട്രൂട്ട് തോരനും യോഗട്ടും ചിക്കൻ കറിയാണ് കേട്ടോ. പിന്നെ സ്നാക്കിനായിട്ട് കൊടുത്തു വിടുന്നത് ഫ്രൂട്ടാണ് കേട്ടോ. ഇന്ന് ഫ്രൂട്ട്സ് മാംഗോയും കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 4 പീസ് ഗുവായും കൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇതാണ് ഇന്നത്തെ സ്നാക്സ്. പിന്നെ ഇതിപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഒരു ഫിഷ് കറി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ കപ്പയും ഉടയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടുമാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ചട്ടി ചൂടാകുമ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 3 ഗാർലിക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതും ഇട്ട് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ചെറുള്ളി ഒരു 5 to 8 ചെറുള്ളി ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ട് അത് കൂടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഈ ചെറുള്ളി ഒന്ന് സോഫ്റ്റായിട്ട് വരും. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒരു മീഡിയം സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഫിഷ് കറി ആയതുകൊണ്ട് നന്നായിട്ട് സ്ലൈസ് ആക്കാറില്ല. ഒരു മീഡിയം സൈസിലാണ് തക്കാളി കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതുകൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി തക്കാളിയും ചെറുള്ളിയൊക്കെ ഒന്ന് വെന്ത് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. എന്നിട്ട് നമുക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. സോൾട്ട് കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴൊക്കെ ഇവിടെ കപ്പ തിളച്ച് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെ അടപ്പ് മാറ്റിയിട്ട് അതൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കപ്പ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കപ്പയുടെ വേവ് ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ കപ്പ വെന്തിട്ടില്ല. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല പൗഡറൊക്കെയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് മസാലപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ മസാലപ്പൊടി എല്ലാം കൂടി ഞാനൊരു ചെറിയൊരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ മസാലപ്പൊടിയും ഇതിൽ 2 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി, 1.5 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, ഇത്രയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കറിക്ക് ടേസ്റ്റ് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. ഒരു പച്ച ചുവ വരും കറിക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കണം, എങ്കിൽ മാത്രമേ അതിൻ്റെ ഇതിപ്പോൾ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. എല്ലാ വെള്ളവും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ലൂസാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുളിവെള്ളം ആഡ് ചെയ്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവ് കുറവായതുകൊണ്ട് കുറച്ചുകൂടി പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് നമുക്കിതൊന്ന് തിളപ്പിക്കാം.
തിളച്ചതിന് ശേഷം ഇതിലേക്ക് അയലയാണ് കേട്ടോ ഫിഷ്. അപ്പോൾ അയല ഒന്ന് ഇതുപോലെ വരഞ്ഞ് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും അവിടെ കപ്പ ഓൾമോസ്റ്റ് സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കപ്പയിൽ ചേർക്കുന്നത് തേങ്ങ ചേർക്കുന്നില്ല കേട്ടോ. അതിന് പകരം ഇതിലെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അതിലേക്ക് ഡയറക്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു ചെറിയൊരു വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കുറച്ച് ജീരകവും കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ് കേട്ടോ ഈ കപ്പ ചെയ്യുന്നത്. അപ്പോൾ കപ്പ നമുക്കിനി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോഴേക്കും ഫിഷ് കറി അവിടെ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഒന്നും കൂടി നമുക്കിതൊന്ന് കുറുകാനായിട്ട് വെക്കാം. അപ്പോഴേക്കും നമുക്ക് കപ്പ ഒന്ന് സെറ്റ് ചെയ്യാം. കപ്പ ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ തേങ്ങ ചേർത്തിട്ടില്ല, ബാക്കിയെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ചമ്മന്തി അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഫിഷ് കറി ഇവിടെ റെഡിയായി. കണ്ടില്ലേ, നന്നായിട്ട് അടിപൊളി ആയുള്ള ഫിഷ് കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഈവനിങ് ആണ് കേട്ടോ. ഈവനിങ്ങിന് നോമ്പ് മുറിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പൊട്ടറ്റോ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് പിന്നെ വെള്ളം ചൂടാക്കുന്ന ഇടിയപ്പത്തിന് വേണ്ടിയിട്ടും ഇത് ബജിക്ക് വേണ്ടിയിട്ടുള്ള ബാറ്ററാണ് കേട്ടോ റെഡിയാക്കാൻ പോണേ. അപ്പോൾ ഇവിടെ ബജി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇടിയപ്പം ഓൾമോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ജ്യൂസായിട്ട് ഗ്രേപ്പ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഗ്രേപ്പ് ജ്യൂസ് അടിച്ച് വെച്ച് അപ്പോഴേക്കും ഇടിയപ്പം റെഡിയായി. പിന്നെ ഇടിയപ്പം ഒരു തട്ടിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വാങ്ങ കുടിക്കാൻ സമയമായി കേട്ടോ. അപ്പോൾ നമുക്ക് ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഇവിടെ 5 പേരാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ 5 ഗ്ലാസ്സിൽ ജ്യൂസ് ഇതുപോലെ ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ പൊട്ടറ്റോ കറി നേരത്തെ കണ്ടില്ലേ, ഇനി അതിലേക്ക് നമ്മളൊന്ന് താളിച്ചൊഴിക്കുന്നുണ്ട്. അത് കുറച്ച് എണ്ണ ചൂടായിട്ട് അതിലേക്ക് കടുക് പൊട്ടിക്കും. കടുക് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറി ലീവ്സും കുറച്ച് ഡ്രൈഡ് ചില്ലിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫൈനലി നമ്മൾ ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം. കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനത്തെ കറിയാണ് എല്ലാവർക്കും ഇഷ്ടം. എന്നിട്ട് മുളക് പൊടി കൂടി ചേർത്തിട്ട് ഈ പൊട്ടറ്റോ കറിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടിപൊളി പൊട്ടറ്റോ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നോമ്പിന് ഇതൊക്കെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഫൈനലി പിന്നെ നോമ്പ് മുറി കഴിഞ്ഞു. പിന്നെ പാത്രം കഴുകലിൻ്റെ പരിപാടിയായി. അപ്പോൾ പിന്നെ പാത്രം കഴുകലും അവിടെ ക്ലീനിങ്ങും ഒക്കെ ആയിരുന്നു കേട്ടോ. നോമ്പ് മുറിച്ച് കഴിയുമ്പോൾ ഒരുപാട് പാത്രം ഉണ്ടാവും കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മയും ഞാനും കൂടെയാണ് പാത്രം കഴുകുന്നത്. മിക്കപ്പോഴും ഉമ്മയായിരിക്കും പാത്രം കഴുകുന്നത്. അപ്പോൾ ഇതിനിടയിൽ മക്കൾ വന്ന് ഭയങ്കരമായിട്ട് ഓരോന്ന് പറഞ്ഞ് ശല്യം ചെയ്യും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞും ഒക്കെയാണ് കിച്ചണിൽ രണ്ടും കൂടി നിൽക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഒരു കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഫിഷ് കറിയും പൊട്ടറ്റോ കറിയൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിലും എൻ്റെ ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കമൻസുകളൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.